നമുക്ക് ബാലന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്ന ഭയങ്കര സന്തോഷമായിരുന്നു ഇന്ദിരാമ്മയ്ക്ക്. ശ്രീദേവി പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ ആ സമയത്ത് ഗോമതി പറഞ്ഞു, ദേവമോള് ഇവിടെ ഇല്ല, ദേവമോള് വീട്ടിലാ. ഇത് ഉദയഭാനു സാറും ശ്രീകലയും വന്നിട്ട് പറഞ്ഞാന്ന് പറയാ. അത് കേട്ട് കഴിഞ്ഞപ്പോ ഇന്ദിരാമ്മ പറഞ്ഞു, അല്ല അവളിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നില്ലെന്ന് ചോദിക്കാം. ആരതിനെ പറഞ്ഞു വരണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് തന്റെ സന്തോഷം പങ്കുവയ്ക്കുവാണ്. അങ്ങനെ ഭയങ്കര സന്തോഷത്തോടുകൂടി ഇന്ദിരാമ്മ ആ പായസമായിട്ട് നേരെ കൃഷ്ണമംഗലത്തേക്ക് ചെന്നു. അങ്ങനെ പായസം അവിടെ വെച്ചിട്ട് അകത്തേക്ക് ഗ്ലാസ് ഒക്കെ എടുത്തോണ്ട് വന്നു. അങ്ങനെ ഗ്ലാസ്സിനകത്തേക്ക് പായസം പകരുവാണ്. ആ സമയത്താണ് രാജശ്രീ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നേ. രാജശ്രീ ഇത് കണ്ടു. അപ്പൊ രാജശ്രീ നോക്കിക്കഴിഞ്ഞപ്പോ ഇവിടെ പായസം ഉണ്ടാക്കിയിട്ടില്ല. മൊന്തയ്ക്കകത്തുനിന്ന് പായസം എടുക്കുന്നുണ്ടപ്പോ രാജശ്രീക്ക് മനസ്സിലായി ഇത് ദേവമംഗലത്തിൽ നിന്ന് വന്ന പായസമായിരിക്കുമെന്ന്. പെട്ടെന്ന് രാജശ്രീ വന്നിട്ട് ചോദിച്ചു, ഇതെന്താ പായസമൊക്കെ, ഇന്ന് എന്തെങ്കിലും വിശേഷം ഉണ്ടോന്ന് ചോദിക്കാം. ഇത് കേട്ടതും ഇന്ദിരാമ്മ പറഞ്ഞാ ഒരു വിശേഷം ഉണ്ടെന്ന് പറഞ്ഞു. നന്ദിതയും കൂടെ അങ്ങോട്ട് വന്നു. നന്ദിത വന്നിട്ട് ചോദിച്ചു, എന്താമ്മേ വിശേഷം എന്താന്ന് ചോദിച്ചു. അതെ വിശേഷം ഇവിടെയല്ല, ദേവമംഗലത്താന്ന് പറയണ. ദേവമംഗലത്തോ? അതെ, ആനന്ദിന് ഭാര്യ ഉണ്ടല്ലോ ശ്രീദേവി പ്രഗ്നന്റ് ആണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ രാശ്രീയുടെ മുഖമൊക്കെ അങ്ങോട്ട് കടന്നലും ഊത്തിയ പോലെ വേ. രാശ്രീക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലത്. രാശ്രീ രൂക്ഷമായിട്ട് ഇന്ദിരാമ്മയെ നോക്കുകയാണ്. അപ്പോഴേക്ക് ഇന്ദിരാമ്മ പറഞ്ഞു, അതിന്റെ സന്തോഷത്തിന് ഗോമതി പായസം വെച്ചോടെ തന്ന നന്ദിതയ്ക്ക് സന്തോഷമായി. അങ്ങനെ നന്ദിതയ്ക്ക് പായസം കൊടുത്തു. അതിനുശേഷം രാജശ്രീക്ക് അങ്ങോട്ട് കൊടുക്കുകയാണ്. എന്നാന്നും പറഞ്ഞോണ്ട് രാജശ്രീ എന്ത് ചെയ്തു, ആ പായസം മേടിച്ചിട്ട് ഒറ്റ ഒരു ഏറായിരുന്നു. സന്തോഷത്തിന് പായസം കൊണ്ട് തന്നിരിക്കുന്നു. ആദ്യം ഇവിടുത്തെ പ്രശ്നം മാറ്റാൻ നോക്ക്. ഇവിടെ ഇതുപോലൊരു സന്തോഷ വാർത്ത ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നിട്ട് ദേവമംഗലത്തിന്റെ സന്തോഷത്തിൽ പങ്കിടാൻ ചെന്നിരിക്കുന്നു. ഇത് കേട്ടപ്പോ നന്ദിതയ്ക്ക് ദേഷ്യം വന്നു. നന്ദിത പറഞ്ഞു, രാജശ്രീ നിനക്ക് വേണ്ടെങ്കിൽ അത് മേടിച്ചു വെച്ചാ പോരെ, അതവിടെ അങ്ങോട്ട് മേടിച്ചിട്ട് വേണ്ടെന്ന് പറഞ്ഞ് വെച്ചാ പോരെ, അതിന് നീ ഇങ്ങനെയാണോ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഇങ്ങനെയൊന്നും അനാവശ്യം കാണിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. പിന്നെ ഏട്ടത്തിക്ക് താല്പര്യമായിരിക്കും, കാരണം ഏട്ടത്തിയുടെ മോൾ അവിടെ ഉണ്ടല്ലോ. പക്ഷെ എനിക്കിതങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്റെ മോൻ ഇവിടെ ഒരു ജീവിതം പോലും കിട്ടാൻ നിൽക്കുക. അപ്പോഴാണ് അവിടെ ഗർഭിണിയായതിന്റെ സന്തോഷം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മയ്ക്കും നാണമില്ല, നിങ്ങൾക്ക് ആർക്കും നാണമില്ലെന്ന് പറയണം. നന്ദിത് പറഞ്ഞു, നിന്റെ മോന് പെണ്ണ് കിട്ടാത്തതിന് അതിനിപ്പൊ ഞങ്ങൾ എന്ത് പഴിച്ചു. ഇത് കേട്ടപ്പോ രാജശ്രീ പറഞ്ഞു, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. ഒന്നും രണ്ടും പറഞ്ഞ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി. ഒടുവില് രാജശ്രീക്ക് ദേഷ്യം വന്ന് നന്ദിതയുടെ അടുത്തേക്ക് പാഞ്ഞു ചെല്ലുവാണ് തല്ലാനായിട്ട്. ഇടയ്ക്ക് ഇന്ദിരാമ്മ അങ്ങോട്ട് കയറി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കയ്യൂക്കിന്റെ ബലമൊന്നും ഇവിടെ കാണിക്കണ്ട, പറഞ്ഞു കേട്ടല്ലോ. ഒരു നല്ലൊരു സന്തോഷ വാർത്ത കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് പായസം ഉണ്ടാക്കിക്കൊണ്ട് വന്ന എന്റെ മോള്, അത് നിനക്ക് കുടിക്കാൻ പറ്റില്ല, നീ കുടിക്കണ്ട, എനിക്കൊരു നിർബന്ധമില്ലാന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവിടേക്ക് അനന്തനും അച്യുതനും ഒക്കെ വരുവാണ്. അങ്ങനെ അവരും കൂടെ വന്നു കഴിഞ്ഞപ്പോ രാജശ്രീ എന്നീ കാര്യം പറയണം. അവിടെ ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ അവിടുന്ന് പായസവും പൊക്കി പിടിച്ചോണ്ട് അമ്മ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നു. അനന്ത ചോദിച്ചു, എന്താ അമ്മ ഇത്, അമ്മയ്ക്ക് ഇതിന്റെ ആവശ്യം വല്ലതും ഉണ്ടോ? ഇന്ദിരാമ്മ പറഞ്ഞു, എന്താടാ, എന്റെ മോള് കൊണ്ടുതരുന്ന പായസം എനിക്ക് കുടിക്കാൻ പറ്റില്ലേ? നിനക്കൊക്കെ വേണ്ടായിരിക്കും, പക്ഷേ ഞാൻ കുടിക്കൂന്ന് പറഞ്ഞു. അച്യുതൻ പറഞ്ഞു, അമ്മയ്ക്ക് വേണേ കുടിച്ചോ, അമ്മ മറ്റുള്ളവരെ നിർബന്ധിക്കേണ്ട കാര്യമുണ്ടോ? എനിക്ക് ഒരു നിർബന്ധമില്ല മറ്റുള്ളവർ കുടിക്കണമെന്ന്. എന്റെ മോള് കൊണ്ടുതന്ന ഞാൻ കുടിക്കുകയും ചെയ്യും. ഞാനേ ഒരു മുതുമുത്തശ്ശി ആവാൻ പോവുക, ആനന്ദിന്റെ കുഞ്ഞ ജനിക്കാൻ പോകുന്നെന്ന് പറയണം. അതോടെ കേട്ട് കഴിഞ്ഞപ്പത്തിനും അച്യുതനും ഒട്ടും അങ്ങോട്ട് സഹിച്ചില്ല. കാരണം അലോക് ഇവിടെ പെണ്ണ് പോലും കെട്ടാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് അവിടെ വിശേഷം, അവിടെ സന്തോഷ വാർത്ത വന്നിരിക്കുന്നത്. ഇനി ഇതിന്റെ പേരില് നിങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് ഇന്ദിരാമ്മ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറിപ്പോയി. നന്ദിതയും കൂടെ പോയി. രാജശ്രീക്ക് ഒട്ടും കൂടെ സഹിച്ചില്ല. രാജശ്രീ എന്നിട്ട് അച്യുതനോട് പറഞ്ഞു, കണ്ടില്ലേ, അമ്മയ്ക്ക് എത്രയാന്ന് പറഞ്ഞാലും ഗോമതി കഴിഞ്ഞിട്ടുള്ളൂ. ഗോമതിയും ബാലനുമാണ് അമ്മയുടെ കണ്ണിലുണ്ണി. ഇപ്പൊ ധർമ്മം തന്നെ ചെയ്തിട്ട് പോയത് കണ്ടില്ലേ, അവളെ വിളിച്ചോണ്ട് പോയത് കണ്ടോ, ഇന്ന് നമ്മളെല്ലാവരുടെ മുന്നിൽ ഇപ്പൊ നാണം കിട്ടി നിൽക്കുമല്ലേ. അത് കേട്ടപ്പോ നന്ദിതയ്ക്ക് ദേഷ്യം വന്നു. നന്ദിത പറഞ്ഞു, രാജശ്രീ നമ്മൾ ദേവമംഗലംകാരോട് ചെയ്ത എന്താ, അതിനെക്കുറിച്ച് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചാൽ മതി. കൂടുതൽ പറയാതിരിക്കുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനും തന്നെ അവസാനം നാണം കിടും. അതും പറഞ്ഞിട്ട് നന്ദിതയും കൂടെ അങ്ങോട്ട് കയറിപ്പോയി. രാജശ്രീക്ക് അങ്ങോട്ട് ദേഷ്യമായിരുന്നു. ദേവി ഗർഭിണിയായിരിക്കുന്നു പോലും, എങ്ങനെയെങ്കിലും അവളുടെ ഗർഭം ഒന്ന് അലസി പോയാൽ മതിയായിരുന്നു എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു മനസ്സ് നിറയുണ്ടായിരുന്നേ. ഈ സമയത്ത് സുകന്യയും അതുപോലെ ധർമ്മനും റൂമൊക്കെ എടുക്കണം. അപ്പൊ ഹണിമൂൺ കോട്ടേജാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു ദിവസത്തെ റെന്റ് എന്ന് പറഞ്ഞാൽ 12,000 രൂപ. 3 ദിവസമാണ് അവര് തങ്ങുന്നത്. ആ റേറ്റ് വലിയ റേറ്റ് തന്നെയാണല്ലോ. ധർമ്മന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ മുറിയിലേക്ക് ചെന്നപ്പോ മുറിയൊക്കെ കൊള്ളാം, വലിയ കുഴപ്പമില്ല, സൂപ്പർ ആയിട്ടുണ്ട്. എന്നാലും ഇത്ര രൂപയ്ക്കുള്ളൊന്നും ഇല്ല. അത് ധർമ്മം പറയുകയും ചെയ്തു. 12,000 രൂപയുടെ മുറിയൊന്നും ഇല്ല സുകന്യത്.
ഇത് ഇവര് നമ്മളെ പറ്റിച്ചാന്ന് പറയാണ്. സുകന്യ പറഞ്ഞു, അതെ നിങ്ങൾ കൂടുതലൊന്നും പറയൊന്നും വേണ്ട, മനുഷ്യനെ നാണം കെടുത്തായിരുന്നാ മാത്രം മതി. അറിയാലോ, ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ ധർമ്മനൊന്നും നോക്കി സുകന്യയെ. പിന്നീട് സുകന്യ പറഞ്ഞു, അല്ല ഈ മുറിയിലിരിക്കാനാണോ ഇങ്ങോട്ട് വന്നേ, പുറത്ത് പോകണ്ടേന്ന് ചോദിച്ചു. ധർമ്മം പറഞ്ഞു, പോകാം, കാരണം അവിടെയൊക്കെ നോക്കി നമ്മൾ കാണുകയൊക്കെ ചെയ്യണമല്ലോ, തേക്കടി വന്നിട്ട് അവിടെയൊക്കെ കാണാൻ ഇറങ്ങിയിട്ടില്ലോ, എന്നാ പോകാന്ന് പറയണ. പിന്നീട് സുകന്യ പറഞ്ഞു, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കയറി. ധർമ്മൻ ഇങ്ങനെ നോക്കിയിരിക്കുവാണ്. ഇത് ഇവിടെ ഒന്നും അവസാനിക്കുന്ന ലക്ഷണം കാണുന്നില്ല. ഇതെങ്ങനെയായി തീരും, എന്തായി തീരും എന്നൊരു പേടി ധർമ്മന്റെ മനസ്സിലുണ്ടായിരുന്നു. പൈസ ചെലവായിക്കൊണ്ടിരിക്കുക. പാവം ബാലേട്ടന് കുറച്ച് പൈസ ബാലേട്ടന്റെ കയ്യിൽ തിരികെ കൊണ്ട കൊടുക്കണം എന്ന് ഓർത്താ. ഇതിപ്പം തിരികെ കൊണ്ട കൊടുക്കാൻ പോയിട്ട് വീണ്ടും ബാലേട്ടനോട് പൈസ ചോദിക്കേണ്ട ഗതികേട വന്നിരിക്കുന്നത്. രണ്ടുപേര് ഹണിമൂൺ ട്രിപ്പിന് വന്നിട്ട് ഇതിപ്പോ എത്ര രൂപയായിക്കൊണ്ടിരിക്കുന്നേ. ആകെപ്പാടെ വല്ലാത്ത ടെൻഷനായിരുന്നു ധർമ്മന്. ഇത്തിരി കഴിഞ്ഞപ്പോ സുകന്യ അങ്ങോട്ട് റെഡിയായിട്ട് വന്നു. സുകന്യയുടെ വേഷം കണ്ടു കഴിഞ്ഞപ്പോ ധർമ്മൻ ഒരു നിമിഷം ഞെട്ടിപ്പോയി. ഇതെന്താ ഇങ്ങനെ ഒരു കുട്ടി പാവാടയൊക്കെ ഇട്ട് ഒരു സ്ലീവ്ലെസ് ബനിയനൊക്കെ ഇട്ട് അങ്ങോട്ട് വന്ന് നിൽക്കുന്നേ. ധർമ്മൻ ഇങ്ങനെ അന്തം വിട്ട് നോക്കണം. അപ്പോഴേക്ക് സുകന്യ ചോദിച്ചു, എന്താ ധർമ്മേട്ടാ, എന്താ നോക്കണേന്ന് ചോദിക്കുക. അല്ല നീ ഇതെന്താ ഈ വേഷമൊക്കെ ഇട്ട്? ഈ വേഷം ഇട്ടാ നമ്മള് പുറത്തു പോന്നേ. ഇങ്ങനെയോ? ധർമ്മന് വിശ്വസിക്കാൻ പറ്റിയില്ല. ധർമ്മനോർത്തെ ഒന്നെങ്കിൽ സാരി അല്ലെങ്കിൽ ചുരിദാറ്. ദേവമംഗലത്തെ എല്ലാരും മീനാക്ഷിയും മിത്രേ അവരൊക്കെയാണല്ലോ അങ്ങനത്തെ വേഷമല്ല ധരിക്കുന്നേ. അത്രയ്ക്കേ വിചാരിച്ചുള്ളൂ. പക്ഷെ ഇവള് കുറച്ചുകൂടെ മോഡേൺ ആണ്. ധർമ്മൻ ആപ്പടെ അന്താളിപ്പോടെ നോക്കണം. അപ്പോഴേക്ക് സുകന്യ പറഞ്ഞു, അല്ല ധർമ്മേട്ടൻ ഡ്രസ്സ് ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ലേ, പോയി ഡ്രസ്സ് മാറ്റിയിട്ട് വരാൻ പറഞ്ഞു. ധർമ്മൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. ധർമ്മ പറഞ്ഞു, സുകന്യെ ഈ വേഷം നിനക്ക് ചേരുവോ? ഒന്നെങ്കിൽ നീ സാരി എടുത്താൽ മതി, അല്ലെങ്കിൽ ചുരിദാർ ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ സുകന്യ പറഞ്ഞു, അതൊക്കെ എന്റെ ഇഷ്ടം, ഞാൻ ഏത് വേഷം ധരിക്കണമെന്നുള്ളത്. അതെ, ആ കാര്യത്തിലൊന്നും ധർമ്മേട്ടൻ അഭിപ്രായം പറയാൻ വരണ്ട, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്, ഏത് വേഷം ധരിക്കണമെന്ന്. ഹണിമൂണ് വന്നു കഴിയുമ്പോഴത്തേനും സാരിയും വലിച്ചൊരു ചുരിദാറും ഇട്ടോണ്ടല്ലേ, ഇതാണ് എനിക്ക് നല്ല കംഫർട്ടാ, എനിക്കിത് മതിയെന്ന് പറഞ്ഞു. പിന്നെ ധർമ്മന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ധർമ്മം പോയിട്ട് ഒരു പാൻ്റൊക്കെ ഇട്ടോണ്ട് ഇറങ്ങി വരുവാണ്. അപ്പോഴേക്കും സുകന്യ ഇതിട്ടോണ്ടാണോ പോന്നേന്ന് ചോദിക്കും. ഇതിനെന്താ പ്രശ്നം? ഇതൊന്നും പറ്റില്ല എന്ന് പറയണ. അതെന്താ? അതെ, നമ്മൾ ഹണിമൂണിന് വന്നാ എല്ലാരും നല്ല സെറ്റപ്പിലൊക്കെ ഹണിമൂണിന് പോന്നേ, ബർമൂടയൊക്കെ ഇട്ട് അങ്ങനെയൊക്കെയാ പോന്നേ, അല്ലാതെ ഇതിലെ പാൻറ്റും വലിച്ചു കയറ്റിയിട്ടൊന്നും ഒന്നും അല്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു, അതിനെനിക്ക് ബർമൂട ഇല്ലാന്ന് പറയണം. ഇല്ലെങ്കിൽ വാങ്ങിട്ടിടണം. അതൊന്നും അറിയില്ല ധർമ്മേട്ടന്, ഇതൊക്കെ ഇനി എന്നാ പഠിക്കുന്നേ? എന്റെ ദൈവം എന്ത് പറയാനാ, ഒരു പട്ടിക്കാട്ടിൽ നിന്ന് വന്നാണല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തണം. ധർമ്മം പറഞ്ഞു, ഈ വേഷത്തിന് എന്താ സുകന്യ കുഴപ്പം? നല്ല വേഷമല്ലേ? നല്ല വേഷമാണല്ലോ. ഇതൊക്കെ ടൂർ പോകുമ്പോ ഇടുന്ന വേഷമാണോ ഇത്? നമ്മളൊരു ട്രിപ്പ് വന്നല്ലേ എന്നൊക്കെ ചോദിച്ചു. ധർമ്മം പിന്നെ കൂടുതലൊന്നും പറയാൻ പോയില്ല. പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. സുകന്യെ പിടിക്കുന്ന മുകളിലും 3 കൊമ്പത്തുള്ള രീതിയിലാ സുകന്യയുടെ പറച്ചില്. സുകന്യെ പിടിക്കുന്നോടും ജയിക്കണം, അല്ലാതെ ധർമ്മനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കത്തൊന്നുമില്ല. അവളുടെ ആഗ്രഹം എന്താന്നാ അത് സാധിച്ചു കൊടുക്കണം. അവളുടെ പറയുന്ന അനുസരിച്ചോണം. ധർമ്മന് നല്ല വിഷമം ഉണ്ടാകുന്നുണ്ടായിരുന്നു. ഇതേ സമയത്ത് ശ്രീദേവി നല്ല വിഷമത്തിലിരിക്കുക. ഇനി എന്തായി തീരുമെന്ന് അറിയത്തില്ല. ആനന്ദേണ എന്തായാലും വരാനൊന്നും പോകുന്നില്ല. പക്ഷെ വീട്ടിലുള്ളവരുടെ അവസ്ഥ എങ്ങനെയായിരിക്കും? താൻ പ്രഗ്നന്റ് ആണെന്നറിഞ്ഞപ്പോ അവരൊക്കെ ഭയങ്കര സന്തോഷത്തിലായിരിക്കും. അതേസമയം ഗോമതി മീനാക്ഷി എടുത്തോണ്ട് പറഞ്ഞു, മോളെ ദേവിമോളെ ഒന്ന് വിളിച്ചാലോ? ദേവിമോൾ ഇതിനായിട്ട് നമ്മളെ വിളിച്ചില്ലല്ലോ. എനിക്ക് ദേവിമോളെ കാണാൻ കൊതിയാവുന്നുണ്ട്. ആനന്ദ് പോയി കൂട്ടിക്കൊണ്ടും വന്നിട്ടുമില്ലോ. അവൾ എന്താ വരുന്നതെന്നൊക്കെ നമുക്ക് ചോദിക്കാം, ഒന്ന് വിളിക്കാന്ന് പറയാണ്. അങ്ങനെ എന്ത് ചെയ്തു? ശ്രീദേവി വിളിക്കുകയാണ്. വീഡിയോ കോളാണ് വിളിക്കുന്നത്. ഈ സമയത്ത് ശ്രീദേവി ആണെങ്കിലോ വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനെ കോള് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി കോളെടുത്ത്. ശ്രീദേവിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, എന്തിനാ വിളിക്കണം എന്നൊക്കെ ഓർത്തിട്ട്. അങ്ങനെ കോൾ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി അമ്മ പറയാനൊക്കെ പറയണം. മോളെ നിനക്ക് സുഖമല്ലേ, ഛർദിലൊക്കെ കുറഞ്ഞോന്ന് ചോദിക്കുകയാണ്. ശ്രീദേവിക്ക് എന്തോ മറുപടി പറയാനും നടത്തില്ല. ശ്രീദേവി പെട്ടെന്ന് പറഞ്ഞു, അത് പിന്നെ അമ്മേ ഇപ്പൊ ഛർദിലൊന്നുമില്ല. ആദ്യമൊക്കെ കുറച്ച് ഛർദിലൊക്കെ കാണും, മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. ഇന്നോ നാളെ ആനന്ദ് വന്ന് മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുമെന്നൊക്കെ പറഞ്ഞു. മോൾ ആഹാരം കഴിച്ചായിരുന്നോ എന്ന് വേണ്ട മീനാക്ഷിയും ഇത്രയും കോമതി മാറി മാറി ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിച്ചോണ്ടിരിക്കുക. ശ്രീദേവി ചിലതിനൊക്കെ ആണെങ്കിലും മറുപടി പറയാനായിട്ട് വിഷമിച്ചു. കാരണം കള്ളത്തരമാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒടുവിൽ ഗോമതി പറഞ്ഞു, മോളെ നിനക്ക് വയ്യായികയെന്ന് പറഞ്ഞാലോ, നിന്റെ കൈക്കും കാലിനും ഒക്കെ നീര് വെച്ചിട്ടുണ്ടോന്ന് ചോദിക്കുക. നീരോ? അല്ല, ശ്രീകല വന്നപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഛർദിയും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാ, കൈക്കും കാലിനും ഒക്കെ നീരുണ്ടെന്ന് ഒന്ന് കാണിച്ച് എന്ന് പറയണം. ഇത് കേട്ടിഞ്ഞപ്പോ ശ്രീദേവിക്ക് ഒരു ഞെട്ടലുണ്ടായി. എവിടെ എന്ത് കാണിക്കാനായിട്ടാ? എന്തെങ്കിലും ഉണ്ടെങ്കിലല്ല കാണിക്കാൻ പറ്റുള്ളൂ, ഇല്ലാത്ത കാര്യങ്ങൾ കാണിക്കാൻ പറ്റുമോ? ആകെപ്പാടെ പെട്ടുപോയി ശ്രീദേവി, എന്ത് ചെയ്യണമെന്നറിയില്ലാതെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോന്നെ. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.